കൃഷ്ണ രാധേ 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 എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും എല്ലാവർക്കും എൻ്റെ ചക്കരകൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഫലമില്ല, പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾക്ക് ഫലമുണ്ടാവും. നമ്മൾ ദിവസേന രാവിലെ ഒരു 6:30-ക്കകത്ത്, അതായത് ബ്രഹ്മമുഹൂർത്ത സമയം തുടങ്ങുന്ന 5 മണി തൊട്ട് 6:30-ക്കകത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പം നാരായണീയമോ സഹസ്രനാമോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് കാലത്ത് പ്രാർത്ഥിക്കും. ചിലരൊക്കെ കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിത സഹസ്രനാമവുമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾക്ക് പ്രാർത്ഥിക്കും. നമ്മളുടെ പ്രാർത്ഥനകൾ കാലത്തായാലും വൈകുന്നേരമായാലും ഭഗവാനോട്, കൃഷ്ണനോടായാലും ദേവിയോടായാലും മഹാദേവനോടായാലും ഗണപതിയോടായാലും ആരോടായാലും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾക്ക് ഭയങ്കരമായ കോടികൾ വേണമെന്നോ നമ്മളുടെ മക്കളുടെയും നമ്മളുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യങ്ങളും നമ്മൾക്ക് ആപത്തുകളും ഉണ്ടാവാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ എൻ്റെ ആപത്തുകളൊക്കെ എൻ്റെ കുടുംബത്തിന് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ, അതായത് നമ്മൾക്ക് കോടികളിട്ട് നമ്മൾ ഉള്ള സമ്പത്തുകളൊന്നും നമുക്ക് നശിക്കരുതേ, നമ്മളുടെ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകണമേ എന്നൊക്കെ നമ്മൾ ഓരോന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിലർക്ക് നാമങ്ങളൊന്നും അറിയാൻ കഴിയാത്തവരുണ്ട്. അതായത് എനിക്ക് നാമങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നാമങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഭഗവാന്റെ ഓം നമോ നാരായണ, ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമ ശിവായ, അമ്മേ ദേവി നാരായണി, അമ്മേ നാരായണ ഒക്കെ നമ്മളുടെ നാവിൽ വരുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാതെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവില്ലെന്ന് പറയരുത്. കാരണം ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾക്ക് യാതൊരു ഫലവും ഉണ്ടാവില്ല. അത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. നീ എത്രത്തോളം നീ എന്നിൽ ഭക്തനാണ് എന്ന് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. കാരണം അർജുനന് ഭഗവാൻ അടുത്തുള്ളപ്പോൾ യാതൊരു ഭയവുമില്ല, ഒരു ഭക്തിയില്ല. കാരണം വിശ്വരൂപം കാട്ടിക്കൊടുക്കാൻ തന്നെ ചോദിക്കും പറഞ്ഞ് അർജുനൻ അതൊരു താല്പര്യമില്ല. വിശ്വരൂപം കാണണം എന്നുള്ള താല്പര്യമില്ല. പക്ഷേ ഭഗവാൻ എപ്പോഴും അർജുനൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം എപ്പോഴും അർജുനുണ്ട്. അവസാനം ഭഗവാൻ സുധാമത്തിലേക്ക് പോകുന്ന സമയത്താണ് അർജുനൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കി അർജുനൻ ചെന്ന് വ്യാസഭഗവാനെയും തൻ്റെ ജ്യേഷ്ഠനെയൊക്കെ കാര്യങ്ങൾ അറിയിക്കുകയും അവസാനം അർജുനനും ധർമ്മപുത്രരും ഒക്കെ രാജ്യം പരീക്ഷത്തിനെ വിട്ടുകൊടുത്തിട്ട് അവർ പോകുന്നുണ്ടല്ലോ. പക്ഷെ അതാണ് നമ്മളെ കൂടെ ഒരാൾ ഉണ്ടാവുന്ന സമയത്ത്, കാരണം നമ്മൾക്ക് ദുഃഖങ്ങളൊന്നുമില്ല, ആ സമയത്ത് നമ്മൾക്ക് ആ ഭഗവാനെ വിളിക്കണമെന്ന് ഭക്തി ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ ആര് തള്ളി പറഞ്ഞാലും ഭഗവാൻ നമ്മളെ തള്ളിപ്പറയത്തില്ല. കാരണം ഭഗവാന്റെ ഭക്തരാണോ? അജാമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാണ്. കാരണം ഭഗവാന്റെ ഭക്തരാണ് നമ്മളെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളെ സംരക്ഷിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ചെറിയ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ ഭഗവാന്റെ ഭക്തർക്ക്? കാരണം നമ്മൾക്ക് എപ്പോഴെങ്കിലും ഭഗവാൻ നമ്മൾ നേരിട്ട് കാണാൻ നമ്മളുടെ മനുഷ്യജന്മങ്ങളാണ്. അപ്പോൾ അത് അർജുനന് പോലും ഭഗവാനെ കാണാൻ പറ്റില്ല. പിന്നെ ഒരു പ്രത്യേകം ഒരു ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ടാണല്ലോ അർജുനന് ഭഗവാന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് ഭഗവാനെ കാണുന്നത്, പിന്നെ നമ്മളുടെ സ്വപ്ന ദർശനത്തിലോ പിന്നെ നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഭഗവാന്റെ ഭക്തരാണ്. കാരണം ഒരിക്കലും ഞാൻ അമ്പലത്തിൽ പോകത്തില്ല, മറ്റൊരാൾ അമ്പലത്തിൽ പോകുന്ന അവരെ കുറ്റം പറയുന്ന സമൂഹമുണ്ട് നമ്മളുടെ സമൂഹത്ത് തന്നെ. കാരണം അവർ പൊയ്ക്കോട്ടെ, നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പോകണ്ട. പക്ഷേ നമ്മളിപ്പോൾ ചോദിക്കും, അമ്പലത്തിൽ പോയില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമോ? നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതെ നമ്മൾ ആ നാവ് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ എടുക്കുക. ഏതെങ്കിലും ഒരു നാമാക്ഷരങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല, എനിക്ക് അവൻ്റെ വീട്ടിൽ കോടിയുണ്ട് എന്നും അവന് അമ്പലത്തിൽ പോകാൻ കഴിയുന്നു, അത് അവരുടെ വിശ്വാസമാണ്. ഭഗവാനോട് എത്ര അടുക്കുന്നോ അവർക്കൊരു അവസരം കൊണ്ട് കൊടുക്കും. കാരണം എൻ്റെ അമ്പലത്തിൽ അതൊക്കെ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പം എൻ്റെ ഭക്തരെ എപ്പോഴും ഈ ശിവനായാലും ദേവിയായാലും ത്രിപുരസുന്ദരിയായ ദേവിയായാലും ഭക്തരെ എപ്പോഴും രക്ഷിക്കുന്നതാണ്. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് പറയും. എപ്പോഴും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ശിവനോടായാലും നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബാശ്വര്യങ്ങൾ, എൻ്റെ ശരീരസുഖം, കാരണം ശരീരസുഖം ഉണ്ടാകുമ്പോൾ എനിക്കിവിടെ വന്ന് അമ്പലത്തിലൊന്ന് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ.
ദൈവമേ ഭഗവാനെ എന്നുകൊണ്ട് കാരണം മേൽപ്പത്തൊരു ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം 99ാമത്തെ ദശകം എഴുതി തീർന്നപ്പോഴാണ് ആ വാതരോഗം മാറ്റിക്കൊടുത്തത്. എപ്പോഴും ചോദിക്കാറുണ്ട്, പാതാലേശനായ അങ്ങ് ഭഗവാനെ എൻ്റെ അസുഖം എന്ത് മാറ്റി തരാത്ത. ഒരു ഭക്തി ഇല്ലാത്തവർക്ക് പോലും ഭഗവാൻ കൂടെ വരുന്നുണ്ട്. പക്ഷേ അവസാനം എന്താ ആ ഒരു രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അഗ്രേ പശാമി എന്ന് പറഞ്ഞുകൊണ്ട് ആ 100ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ തന്നെ എഴുതുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാൻ്റെ ഒന്നും ചോദിക്കുകയും ചെയ്യരുത്. ഭഗവാനെ നമ്മൾ നിഷേധിക്കാനും പാടില്ല. രാധ എത്രയോ ഒരു പുണ്യവതിയാണ്, എന്തുമാത്രം സഹിച്ചിട്ട്. കാരണം വൃന്ദാവനത്തിൽ പിന്നെ വന്നിട്ടില്ല ഭഗവാൻ, നേരെ ദ്വാരകയിൽ പോയി കുടുംബങ്ങളൊത്ത് കഴിഞ്ഞിട്ടും രാധ അപ്പോഴും ഭഗവാനെ വെറുത്തിട്ടില്ല. ഭഗവാനെ അപ്പോഴും രാധ സ്വന്തം മനസ്സിൽ വെച്ച് ആരാധിക്കുകയാണ്. അത്രയേറെ പരിശുദ്ധമായ ഒരു ഭക്തിയായിരുന്നു രാധയുടെ. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഭഗവാൻ എപ്പോഴും നമ്മളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ എത്രയെങ്കിലും രക്ഷിക്കാൻ നമ്മളെ അടുത്തുണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ഭഗവാൻ കൂടെ ഉണ്ടതായിട്ട് തോന്നുന്നു. കാരണം ഭഗവാനിലോട്ട് ചെന്നപ്പോൾ ഭഗവാൻ നമ്മളെ കൈ ഇടിയത്തിൽ, കാരണം നമ്മൾക്ക് തന്നില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരു രക്ഷകനായിട്ട് ആരും എല്ലാവരുടെ മനസ്സും ദുഷ്ടമനസ്സുകളും, കാരണം മനുഷ്യൻ്റെ മനസ്സെപ്പോഴും കുശുമ്പും ദുഷ്ടതരങ്ങളും, അതായത് എല്ലാ ഒരു അസുഖം ചേർന്നിന്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാനെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയരുത്. ഹരേ കൃഷ്ണ. എല്ലാ ആപത്തുകൾക്കും എല്ലാ രീതികൾക്കും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവും. ഹരേ കൃഷ്ണ. രാധേ 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 രാധേ.